ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ എടുത്തിരുന്നു. നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോസ് എല്ലാം കളഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 year ആയി ഗൈസ്. 1 year ആയി നമ്മുടെ ചാനൽ ഇന്നലെ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ വീഡിയോ എടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് അത് കളഞ്ഞു പോയി. അപ്പം ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അല്ലേ. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾ ഇതേ കണക്ക് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഒരു 11 months ആയതേ ഉള്ളൂ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. 1 year ആയി ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഇത്രയും നമുക്ക് നിങ്ങളെ സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതേ കണക്കത്തെ നല്ല വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം, അത്ര പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് അമ്പലങ്ങളിലൊക്കെ ഒന്ന് ദർശനം ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് അമ്പലവാസികളൊക്കെ പോവാണ്. അപ്പോൾ നമ്മളിന്ന് അമ്പലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും ആദ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങാണ്. നീങ്ങ ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ്സിനകത്ത് കയറിയെന്ന് പറഞ്ഞാൽ നമ്മൾ 3 ബസ് കയറിയാണ് പോയത്. അതായത് കരിക്കോട് നിന്ന് കൊല്ലത്തു നിന്ന് ഹരിപ്പാട് നിന്നാണ് നമ്മൾ മണ്ണാർശാല അമ്പലത്തിലോട്ട് പോയത്. ഓട്ടോയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ അവിടെ ഹരിപ്പാട് എത്തിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് മണ്ണാർശാല അമ്പലത്തിലോട്ട് പോയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ് കിട്ടിയില്ല. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ബസ് അങ്ങ് പോയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോയിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോകാമെന്നങ്ങ് വിചാരിച്ചു. നമ്മളതിൻ്റെ ഫ്രണ്ട് ആ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. ഫോൺ അങ്ങനെ അവിടെ യൂസ് ചെയ്തുകൂടാ എന്നാണ് ഞങ്ങളുടെ ഒരിത്. അപ്പം നമ്മൾ അകത്തോട്ട് പോയപ്പോൾ ഒന്നും എടുത്തില്ല. നമ്മൾ ആ ഒരു ഫ്രണ്ട് ഭാഗവും പിന്നെ ആ ഒരു ആമക്കുളത്തിൻ്റെ ഭാഗവും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആമക്കുളമൊക്കെ കണ്ടു, നമ്മൾ തൊഴുത് പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി, 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓച്ചിറ പോകാനായിട്ട് നമുക്ക് പറ്റില്ല. ഓച്ചിറ പോകണമെന്നുണ്ടായിരുന്നു. ശബ്ദം വെക്കാൻ പറ്റുന്നില്ല, ദൂരം ഓട് നോക്ക്, കുരുത്തം കെട്ടാമ അക്കുവിനെ പോലെ. ഇവിടെ വേറൊന്നുമില്ല. വേണ്ടേ അവിടെ ഇത്രയും കുഞ്ഞാമ. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ആമക്കുളമൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ട് ഗേറ്റ് വഴി പോകാനായിട്ട് പോവാണ്. അപ്പം അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കൊച്ചിൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒരു അച്ഛൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ്. നല്ലൊരു പീസാണ് അവിടെ, ഭയങ്കര രസമാണ് അവിടെ നിൽക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇതുകൊണ്ട് നമുക്ക് ഓച്ചിറ അമ്പലത്തിൽ പോകാനായിട്ടാണ് നമ്മളിരുന്നത്. പക്ഷേ ഓച്ചിറ അമ്പലത്തിൽ പോകാനായിട്ട് പറ്റില്ല. കാര്യം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. കരിഞ്ഞിരിക്കുകയാണ്, മുഖം ഇരിക്കുന്നൊക്കെ കഴിച്ചിൻ്റെ കാര്യം നടക്കും. എനിക്ക് 10ന്റെ ലേസ് കിട്ടി, ഇവന് 5ന്റെ ലേസേ കിട്ടുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ മേടിച്ചോളാം പറഞ്ഞിട്ട് അവൻ വീണ്ടും അവൻ വിചാരിച്ച് 10 തരുന്ന ഒരു ലേസ് മേടിച്ചു. പക്ഷെ അവന് വീണ്ടും കിട്ടിയത് 5ന്റെ ലേസ്. ഇവൻ്റെ മുഖം ഇരിക്കുന്നൊക്കെ തപ്പടായിപ്പോയി ഗൈസ്, തപ്പടായി. ടാറ്റ.
ആദ്യം പപ്പടമായിപ്പോയി. ഗൈസ്, അപ്പോൾ നമ്മൾ ഹരിപ്പാടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മൾ കരുനാഗപ്പള്ളി ബസ്സിനകത്താണ് ഗൈസ് കയറിയിരിക്കുന്നത്. കാര്യം കൊല്ലം ബസ് ഒറ്റയ്ക്കുള്ളത് കിട്ടിയില്ല. നമുക്ക് കരുനാഗപ്പള്ളി ഇറങ്ങിയിട്ട് അവിടുന്ന് കൊല്ലം കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നമ്മൾ ബസ്സൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊല്ലം സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാര്യം 1:15 കഴിഞ്ഞ് 1:30 ആവാറായിരുന്നു. നല്ല വിശന്നിരുന്നതായിരുന്നു നമ്മൾ 3 പേരും. സോ നമ്മൾ പിന്നെ കൊല്ലത്തെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാനും ആദ്യം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അമ്മ നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല, അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അമ്മ പിന്നെ മീൽസും മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊട്ടാരക്കര ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ കരിക്കോട് എത്തി. നമ്മൾ കരിക്കോട് ബസ്സിനകത്ത് കയറി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ വിശേഷങ്ങളും. പിന്നെ നമ്മൾ ബസ്സിനകത്തൊക്കെ ഇരുന്ന് കുറേ എൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യില്ലേ, അപ്പോൾ കുറച്ച് ഷോയ്ക്കൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്താണ് വൈൻഡ് അപ്പ് ചെയ്തില്ല എന്ന് കണ്ടത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ 2-3 അമ്പലത്തിലൊക്കെ പോയി. ചെറിയ വീഡിയോ ഉള്ളായിരുന്നു. അതെ, ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. നമ്മൾ 2-3 അമ്പലത്തിലൊക്കെ പോകാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ വെയിൽ കാരണം നമ്മൾ വാടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ അമ്പലത്തിലേ പോയുള്ളൂ. നമ്മൾ ഓച്ചിറയിലും മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് മണ്ണാർശാല അമ്പലത്തിൽ മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. ഓച്ചിറയിൽ നമ്മൾ വേറൊരു ദിവസം പോകുന്നതാണ്. അതിൻ്റെ വ്ലോഗ് നമുക്ക് ഇടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ, അമ്മ, ആദി, ഞങ്ങൾ 3 പേരായിരുന്നു ബസ്സിനകത്തായിട്ട് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ എത്തിയപ്പോൾ എത്ര മണിയായി? 2:30 കഴിഞ്ഞ് വന്നപ്പോൾ. നമ്മളിവിടുന്ന് രാവിലെ പോയതല്ലേ, 7:25 വണ്ടി കയറിയതാണ് ഞങ്ങൾ. എന്തായാലും ഞങ്ങൾ 2:30 എത്തിയപ്പം പിന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടിന്ന് 1 വർഷമായി. ഇന്നലെ 1 വർഷമായി. അപ്പം നമ്മൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഇനിയും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ടാറ്റ.